പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ. ലൈംഗിക പീഡന കേസിൽ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ ഒളിവിൽ പോവുകയായിരുന്നു. റൂറൽ എസ്.പി. കെ.എച്ച്. സുദർശനൻ അതിജീവതയുടെ മൊഴി രേഖപ്പെടുത്തി. പ്രത്യേക കേസായി പരിഗണിച്ചാണ് അന്വേഷണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് വിവരം. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കർ മംഗലത്ത് ശരിയാണ്. പ്രശാന്ത്, ഇന്നലെ തന്നെ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. പ്രത്യേക കേസായാണ് പരിഗണിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയത്. പക്ഷേ പ്രത്യേക കേസായി രജിസ്റ്റർ ചെയ്തു, പ്രത്യേക FIR രജിസ്റ്റർ ചെയ്യുന്നു. രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ നിർവാഹമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ നിർണായകമായ അറസ്റ്റ് ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങളും ഈ തരത്തിലായിരിക്കും. KP ഇന്നലെ രാത്രി വരെ യുവതിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം, അതായത് റൂറൽ എസ്.പി. കെ.എച്ച്. സുദർശനന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അതിനുശേഷമാണ് ഇനി FIR അടക്കം ഇടുന്ന നടപടികളിലേക്ക് കടക്കുക. FIR ഇട്ടുകൊണ്ടായിരിക്കും തുടർന്ന് അന്വേഷണം മുന്നോട്ട് പോകുക. അതോടൊപ്പം തന്നെ പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് നടപടികളടക്കം കടക്കുകയും ഇതിനുശേഷമാകും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് യുവതി സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പരാതി രേഖാമൂലം എഴുതി നൽകുകയായിരുന്നു. എഴുതി നൽകിയതിനു ശേഷം എച്ച് വെങ്കടേഷിനെ വിളിച്ചു വരുത്തി, ADGP എച്ച് വെങ്കടേഷിനെ വിളിച്ചു വരുത്തി ഈ പരാതി കൈമാറി. അതിനുശേഷമാണ് റൂറൽ എസ്.പിക്ക് ഈ അന്വേഷണ ചുമതല കൈമാറുന്നത്. എന്തായാലും നിലവിൽ യുവതിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ മെഡിക്കൽ എവിഡൻസുകളും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ എവിഡൻസുകളും അടക്കം യുവതിയിൽ നിന്നും ശേഖരിച്ചു, യുവതി നൽകി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി തുടർന്ന് അന്വേഷണം മുന്നോട്ട് പോകും. ആ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് FIR അടക്കം ഇടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതിനുശേഷമായിരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. നിലവിൽ പാലക്കാട് MLA ഓഫീസ് പൂട്ടിയ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഒളിവിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ 2 തവണ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പ്രതികരണം നടത്തി. എന്നാൽ അതിനുശേഷം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നു. ചെയ്ത ശേഷം അദ്ദേഹം അവിടെ നിന്നും മുങ്ങുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. പ്രശാന്ത്, ഇപ്പോഴും രാഹുൽ എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും 2 പ്രാവശ്യം പോസ്റ്റ് ഇട്ട് പിന്നീട് മുങ്ങുകയാണ് ചെയ്തത്. ഇപ്പോഴും എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതേസമയം തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ സംരക്ഷിക്കുന്നു എന്നുള്ള വിമർശനം ശക്തമാകുന്നത്. ഇന്നലെ അടൂർ പ്രകാശ് അടക്കം ദിബദാസ് മുൻഷി അടക്കം രംഗത്ത് വന്നതും നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിന്റെ പിന്തുണ, ഒരു വിഭാഗത്തിന്റെ ശക്തമായ പിന്തുണ രാഹുലിന് ഇപ്പോഴുമുണ്ട്. മുൻകൂർ ജാമ്യം തേടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് രാഹുൽ കടന്നു എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അറസ്റ്റ് ഒഴിവാക്കാൻ ആഭ്യന്തര വകുപ്പിന്, പോലീസിന് സാധിക്കില്ല, അല്ലേ? തീർച്ചയായും സാധിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഡിജിറ്റൽ തെളിവുകളുണ്ട്, അതോടൊപ്പം തന്നെ മെഡിക്കൽ എവിഡൻസുകൾ കൈമാറിയിട്ടുണ്ട്. മാത്രമല്ല വാട്സപ്പ് ചാറ്റുകളും വോയിസ് ക്ലിപ്പുകളും അടക്കം ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ കൈമാറി എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ കൃത്യമായ തെളിവുകൾ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള കൃത്യമായ തെളിവുകൾ യുവതി കൈമാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി അറസ്റ്റ് നടപടികളിലേക്ക് തന്നെ മുന്നോട്ട് പോകും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ഇപ്പോൾ കുരുക്ക് മുറുകുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഇനി കേസിൽ FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിൽ ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും വകുപ്പുകൾ ചുമത്തിയാൽ പോലും ഈ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ തന്നെയായിരിക്കും ഉൾപ്പെടുത്തുക. കാരണം ഗർഭചിത്രത്തിനടക്കം പ്രേരിപ്പിച്ചു എന്നതാണ് യുവതി പറയുന്നത്. നമ്മുടെ നിലവിലെ നിയമപ്രകാരം അത് 5 വർഷം മുതൽ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ശിക്ഷ ഈ നിർബന്ധിത ഗർഭചിത്രത്തിന് ലഭിക്കും എന്നതാണ് ഈ ഭാരതീയ ന്യായ സംഹിത പ്രകാരം പറയുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമായിരിക്കും തുടർന്നുള്ള ദിവസങ്ങളും. എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ടത് നിലവിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്ന ഒരു സമീപനമാണ്. കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും സ്വീകരിക്കുന്ന സമീപനം രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്ന, രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇന്നലെ തന്നെ വിവിധ നേതാക്കൾ പ്രതികരിച്ചിരുന്നു. KPCC അധ്യക്ഷനായിക്കോട്ടെ, UDF കൺവീനർ ആയിക്കോട്ടെ, അങ്ങനെ വിവിധ നേതാക്കൾ അവർ പ്രതികരിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിക്കളയാൻ ഇവരാരും തയ്യാറാകുന്നില്ല. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട പ്രതികരണം എന്ന് പറയുന്നത് UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണമായിരുന്നു. അടൂർ പ്രകാശ് പ്രതികരിച്ചത് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള പരാതിയാണ്,
എന്നതടക്കമുള്ളതാണ് ഇത്തരത്തിൽ, അതായത് അതിജീവിതത്തെ തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് ഈ UDF കൺവീനർ അടൂർ പ്രകാശിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതോടൊപ്പം തന്നെ മറ്റു നേതാക്കൾ കെ മുരളീധരനായിക്കോട്ടെ, അതോടൊപ്പം തന്നെ സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ പ്രതികരിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിക്കളയാൻ ഇവരാരും തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. ഇത്തരത്തിൽ നിന്ദ്യമായ ഒരു പ്രവൃത്തി ചെയ്ത ആൾ, ഇത്തരത്തിൽ ഒരു പരസ്യമായി സ്ത്രീവിരുദ്ധ പ്രകടിപ്പിക്കുന്ന ആൾ, മാത്രമല്ല ഈ അതിജീവിതത്തെ തന്നെ അധിക്ഷേപിക്കുന്ന നിലയിൽ സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിൽ പരാമർശങ്ങളും വിമർശനങ്ങളും ഒക്കെ അഴിച്ചിട്ടുകൊണ്ട് അതിജീവിതയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ നടത്തിയ ഒരാളെ ഇത്തരത്തിൽ സ്ത്രീ വിരുദ്ധത വെച്ചുപെടുത്തുന്ന ആളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്നത് തന്നെ ആക്ഷേപകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാലും ഇനി തുടർന്ന് കോൺഗ്രസ് നേതൃത്വം എന്ത് തീരുമാനിക്കുമെന്നാണ് ഇനി നോക്കിക്കാണേണ്ടത്. MLA സ്ഥാനം രാജിവെക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അത് പറയുമെന്നും ഇനി നോക്കിക്കാണേണ്ടതാണ്. എന്നാലും നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം കുരുക്ക് മുറുകയാണ്. അന്വേഷണം പുരോഗമിക്കും. ഇനി FIR ഇടുന്ന നടപടികളിലേക്ക് കടക്കും. FIR ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതായിരിക്കും. രാഹുൽ മാങ്കൂട്ടം എവിടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം, ഇന്നത്തെ ഒരു പകൽ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കും. അതായത് കേസിൽ ഈ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട് രാഹുൽ. എന്നാൽ ആ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ രാഹുലിന്റെ അറസ്റ്റ് ഉണ്ടാകും എന്ന് വേണം നമുക്ക് കരുതേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ FIR രജിസ്റ്റർ ചെയ്താൽ ഉടൻ തന്നെ തുടർന്നുള്ള നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിർണായകമായിട്ടുള്ള നീക്കങ്ങളാണ് തലസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം കുരുക്ക് മുറുകുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. ഏതായാലും പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ രാഹുലിന്റെ കുരുക്ക് മുറുകുന്നു. നിർണായക നീക്കം തന്നെയാണ് അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ എവിടെ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമാകുന്നത്. കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ സംരക്ഷിക്കുന്നു എന്നുള്ള വിമർശനവും ശക്തമായി കഴിഞ്ഞു, വ്യാപകമായി കഴിഞ്ഞു. MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തെ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP അടക്കം വലിയ പ്രക്ഷോഭം തുടരുകയുമാണ്. പ്രശാന്ത് ശങ്കർ മംഗലത്താണ് തിരുവനന്തപുരത്ത് നിന്നും സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്.